ട്രംപ് ശതകോടീശ്വരനാണ്, വലിയ ബിസിനസ്സുകാരനാണ്. അമേരിക്കയെ ലാഭത്തിലാക്കാൻ ട്രംപ് ഒപ്പം കൂട്ടിയിരിക്കുന്നത് മറ്റൊരു കോടീശ്വരൻ ഇലോൺ മസ്കിനെ. ഭരണത്തിലേറിയാൽ കച്ചവടക്കണ്ണോടെ ചില വലിയ തീരുമാനങ്ങൾ എടുക്കാൻ ട്രംപ് മുതിരുകയാണ്. അതിൽ പ്രധാനമാണ് പാനമ കനാൽ പാനമ എന്ന രാജ്യത്തിൽ നിന്ന് പിടിച്ചെടുക്കുമെന്ന പ്രഖ്യാപനം. ലോകത്തെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലൻഡ്. യൂറോപ്പിൽ ഡെൻമാർക്കിൻ്റെ ഭാഗമായ ഗ്രീൻലൻഡും സ്വന്തമാക്കുമെന്ന് ട്രംപ് പറയുന്നു. പാനമ കനാലിൻ്റെയും ഗ്രീൻലൻഡിൻ്റെയും പ്രാധാന്യം എന്താണ്? ഈ കനാലിലും ദ്വീപിലും ട്രംപ് കണ്ണുവെക്കുന്നത് എന്തുകൊണ്ടാണ്? നോക്കാം. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മനുഷ്യനിർമ്മിത കനാലാണ് പാനമ കനാൽ. US-ൽ നിന്ന് യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും ചരക്കുകൾ നീക്കം ചെയ്യാൻ പണ്ട് തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡം മുഴുവൻ ചുറ്റേണ്ടി വരുമായിരുന്നു. അതായത് 22,500 കിലോമീറ്റർ. ആകെ 82 കിലോമീറ്റർ നീളമാണ് പാനമ കനാലിലുള്ളത്. സമുദ്ര മാർഗത്തിലൂടെയുള്ള ലോക ചരക്ക് ഗതാഗതത്തിൻ്റെ 2.5% ഇതുവഴിയാണ്. അമേരിക്കയുടെ കണ്ടെയ്നർ ഗതാഗതത്തിൻ്റെ 40%. ഇന്നേവരെ നടപ്പിലാക്കപ്പെട്ടിട്ടുള്ള എഞ്ചിനീയറിംഗ് പദ്ധതികളിൽ ഏറ്റവും വലുതും പ്രയാസമേറിയതുമായ ഒന്നാണ് പാനമ കനാൽ. പാനമയ്ക്കടുത്ത് ഒരു കനാൽ എന്ന സ്വപ്നത്തിന് 16-ാം നൂറ്റാണ്ട് വരെ പഴക്കമുണ്ട്. അത് നിർമ്മിക്കാനുള്ള ആദ്യ ശ്രമം ആരംഭിച്ചത് 1880-ൽ ഫ്രഞ്ച് നേതൃത്വത്തിലാണ്. 21,900 തൊഴിലാളികളുടെ മരണത്തിനിടയാക്കിയ ഈ പദ്ധതി പരാജയത്തിൽ കലാശിച്ചു. തിയോഡർ റൂസ്വെൽറ്റ് അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന കാലത്ത് 1904-നും 1914-നും ഇടയിൽ അമേരിക്കയും പാനമയും ഒന്നിച്ചു ചേർന്ന് നിർമ്മിച്ചതാണ് ഇപ്പോഴത്തെ കനാൽ. ആകെ അപകടങ്ങളിൽപ്പെട്ടും രോഗങ്ങൾ കടിമയായും 40,000-ത്തോളം അമേരിക്കക്കാർ ഈ കനാൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മരിച്ചിട്ടുണ്ട്. 1977-ൽ ജിമ്മി കാർട്ടർ US പ്രസിഡന്റായിരുന്ന കാലത്ത് കനാലിൻ്റെ പൂർണ്ണമായ ഉടമസ്ഥത അമേരിക്ക പാനമയ്ക്ക് വിട്ടുകൊടുത്തു. കനാൽ പാനമയ്ക്ക് വിട്ടുകൊടുത്ത ഈ നടപടി ഡെമോക്രാറ്റ് പാർട്ടിക്കാർ ചെയ്ത ഭീമാബദ്ധമാണ് എന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. കനാൽ ഉപയോഗിക്കുന്ന കപ്പലുകൾ അതിനനുസരിച്ചുള്ള വാടക പാനമ ഗവൺമെൻറ്റിന് നൽകേണ്ടതുണ്ട്. അമേരിക്ക നൽകേണ്ടി വരുന്നത് മറ്റു പല രാജ്യങ്ങളും നൽകുന്ന തുകയെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ഇത് അന്യായമാണ് എന്നും കുറയ്ക്കണമെന്നും ട്രംപ് പറയുന്നു. ഇല്ലെങ്കിൽ കനാൽ നിർമ്മിക്കാൻ പണം ചെലവാക്കിയ അമേരിക്ക കനാൽ തിരിച്ചെടുക്കും എന്നാണ് സോഷ്യൽ മീഡിയയിൽ ട്രംപ് ഭീഷണി മുഴക്കുന്നത്. ചൈനയ്ക്ക് ഈ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്വാധീനത്തെയും അമേരിക്ക ഭയപ്പെടുന്നു. ട്രംപിൻ്റെ ഭീഷണി അസംബന്ധം എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് പാനമ പ്രസിഡന്റ് ജോസെ റൗൾ മുളിനോ. പാനമ കനാലിനു പുറമെ ഗ്രീൻലൻഡ് ദ്വീപ് പിടിക്കാനും ട്രംപിന് മോഹമുണ്ട്. ആദ്യം പ്രസിഡന്റായിരുന്ന സമയത്ത് ഗ്രീൻലൻഡ് വില കൊടുത്തു വാങ്ങാൻ ട്രംപ് ശ്രമിച്ചിരുന്നു. അമേരിക്കയിൽ നിന്ന് 5000 കിലോമീറ്റർ അകലെ കാനഡയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഗ്രീൻലൻഡ്. ലോകത്തെ ഏറ്റവും വലിയ ദ്വീപ്. ബഹുഭൂരിഭാഗവും ഉത്തര ധ്രുവത്തിലായതിനാൽ മഞ്ഞുകൊണ്ട് സദാ മൂടിക്കിടക്കുകയാണ് ഈ പ്രദേശം. ലോകത്തിലെ മൊത്തം എണ്ണ വാതക നിക്ഷേപങ്ങളുടെ ഏകദേശം 25% ഉത്തര ധ്രുവത്തിലാണ് എന്നാണ് കരുതുന്നത്. ഗ്രീൻലൻഡിൽ ഇരുമ്പയിര്, കൽക്കരി, വജ്രം, സ്വർണം, യുറേനിയം, എണ്ണ, ഗ്യാസ് എന്നിവയുടെ വലിയ ശേഖരമുണ്ട്. ഗ്രീൻലൻഡ് സ്വന്തമാക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അതിൻ്റെ ജിയോപൊളിറ്റിക്കൽ സ്ഥാനമാണത്. 1943 മുതൽ ഇവിടെ US വ്യോമസേനാ താവളമുണ്ട്. ഭൂമിയുടെ ഏറ്റവും വടക്കുഭാഗത്തെ US സൈനിക താവളവും കൂടിയാണ് ഇത്. 2ാം ലോക യുദ്ധകാലത്ത് ജർമ്മനിയുടെ ആക്രമണത്തിൽ നിന്ന് ഡെൻമാർക്കിൻ്റെ കോളനികൾക്ക് സംരക്ഷണം നൽകുന്നതിനാണ് അമേരിക്ക ഇത് സ്ഥാപിച്ചത്. പിൽക്കാലത്ത് അമേരിക്ക ഡെൻമാർക്കുമായി സുരക്ഷാ ഉടമ്പടി ഉണ്ടാക്കി. അതോടെ അത് സോവിയറ്റ് യൂണിയൻ്റെ വ്യോമസേനാ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിനുള്ള അമേരിക്കയുടെ സുപ്രധാന കേന്ദ്രമാവുകയും ചെയ്തു. ഇപ്പോൾ റഷ്യയുടെയും ചൈനയുടെയും നീക്കങ്ങൾ നിരീക്ഷിക്കാൻ അമേരിക്കക്ക് നിർണായക മേഖലയാണ് ഗ്രീൻലൻഡ് വ്യോമതാവളം. ഗ്രീൻലൻഡ് പിടിച്ചെടുക്കുമെന്ന ട്രംപിൻ്റെ ഭീഷണിയെ ഗ്രീൻലൻഡിലെ രാഷ്ട്രീയ നേതൃത്വവും തമാശയെന്നു പറഞ്ഞ് തള്ളുന്നു. ഈ മാസം 20-നാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ പ്രസിഡന്റായി അധികാരത്തിലേറുന്നത്. കാത്തിരിക്കാം ജനുവരി 20-ന് ശേഷം ലോകം എങ്ങനെ മാറുന്നു എന്നറിയാൻ.